കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ വേഗം പോയിട്ട് പപ്പാനടുത്ത് കുട്ടികൾ വരും, നിങ്ങളോടൊരു ഫോട്ടോ എടുത്തോട്ടെ, നിങ്ങൾ സനാ ഖാദറിന്റെ ഉപ്പല്ലേ? സനാ ഖാദർ തന്നെ ഞാനെന്ന് അറിയാം. ഐ ഹാവ് ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് ജോയ്. തുടങ്ങിയ ടൈമിന് ആൾക്കാർ ഈ മലയാളിയിൽ ഇനി ഇവിടുന്ന് വരുന്നതല്ലേ, മലയാളത്തിൽ പറഞ്ഞാൽ പോരെ, ഇതെന്തിനാണ് ഇങ്ങനെ ഇംഗ്ലീഷ് കഷ്ടപ്പെട്ടവർ. അത് കിട്ടിയിട്ടുണ്ട്. ഞാൻ അധികം തള്ളുന്നില്ല, കാരണം എനിക്ക് തോന്നുന്നു അധികം തള്ളിക്കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യും. അതിനൊന്ന് കോളേജിൽ ചേർന്ന ടൈമിൽ അന്ന് ഞാൻ എല്ലാവരോടും പറയും, ഒന്ന് എന്നെ ഫോളോ ചെയ്യും, ഇതെൻ്റെ അക്കൗണ്ട്, ഒന്ന് എന്നെ ഫോളോ ചെയ്യും പറഞ്ഞിട്ട് പോകും. ഉമ്മാൻ്റെ പഴയ ചുരിദാറൊക്കെ എടുത്ത് എനിക്ക് എന്നെ സ്വന്തമായി എൻ്റെ ഷേപ്പിലൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ സ്കൂളിൽ പോയിടും. കീറിയിട്ടൊക്കെ ഉണ്ടാവും, കൈയൊന്നും കറക്റ്റ് ഒന്നും ആയിരിക്കില്ല, ബട്ട് സ്റ്റിൽ ഒരു ട്രെൻഡ് ആയ ടൈം ഉണ്ടായിരുന്നു ഈ ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ വിചാരിക്കും ശരിക്കുള്ളത് കാണിക്കണേ, ഞാനിപ്പോൾ രാവിലെ എണീക്കുന്ന കോലൊക്കെ എന്തായിരിക്കും അല്ലേ? ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ആൾക്കാരെ ഫോളോ ചെയ്ത് പോകും. അങ്ങനെ കാണിക്കാൻ പറ്റുമോ? നമുക്ക് എല്ലാവർക്കും കുട്ടിക്കാലത്ത് കുഞ്ഞു കുഞ്ഞു കൗതുകങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും. വലുതാവുമ്പോ അതൊക്കെ പോവും. പക്ഷെ ആ ഇഷ്ടങ്ങളെ കൗതുകങ്ങളെ ഒക്കെ പ്രൊഫഷൻ ആക്കി മാറ്റിയ ഒരു സംരംഭകയാണ് സാനിസ്റ്റ് എന്നറിയപ്പെടുന്ന സന. ഭീമ പ്രസൻസ് ദിസ് ഇസ് മൈ സ്റ്റോറി സീസൺ 2 പവേർഡ് ബൈ മമം. ഇന്ന് നമുക്കൊപ്പം സനാ ഖാദറാണ്. സ്വാഗതം. താങ്ക് യു സോ മച്ച്. ദാറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ ഇൻട്രൊഡക്ഷൻ. ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്ര അധികം എന്നെ പറ്റി പറയുന്നത്. താങ്ക് യു. സന ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വഴിയിലൂടെ സഞ്ചരിച്ച ആളാണ് സന. എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ വിട്ട മകൾ പേപ്പർ വെട്ടി ക്രിസ്മസ് കാർഡൊക്കെ ഉണ്ടാക്കുന്നു, ആൽബംസ് ഉണ്ടാക്കുന്നു, പഴയ തുണികളൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നു. ശരിക്കും പേരൻസ് ഒക്കെ ഒന്ന് കൺഫ്യൂസ്ഡ് ആവും, ഇവൾക്ക് എന്താ പറ്റിയതെന്ന്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടല്ലേ സന ഈ ഒരു കരിയർ, ഈ ഒരു ജേർണി തുടങ്ങിയത്? എങ്ങനെയായിരുന്നു ആ ഒരു യാത്ര? ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. ആദ്യം എനിക്ക് പറയാനുള്ള വെച്ചാല് ഒരു ബാരിയർ പോലെയോ അല്ലെങ്കിൽ ഒരു എന്നെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യുകയോ നിർത്തി വെക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പൊ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് വന്ന സപ്പോർട്ട് തന്നെയാണ്. സോ ഈ അവർക്കറിയാം എനിക്ക് ഇതിനോടൊക്കെ താല്പര്യം, എല്ലാം എടുത്തിങ്ങനെ വെക്കുക, പെറുക്കി വെക്കുക, എന്നെ ആക്രി എന്നൊക്കെ വിളിക്കലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് ഗിഫ്റ്റ് ബോക്സ് ഒക്കെ കിട്ടൂലേ, അല്ലെങ്കിൽ ഒരു ഡെലിവറി പാക്കേജ് ഒക്കെ കിട്ടില്ല, അതെല്ലാം എടുത്തു വെക്കുമ്പോൾ ഉമ്മാക്കറിയാം ഇതിനെ കൊണ്ട് എന്തെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടാക്കുമെന്ന് ചോദിക്കും. സോ ലേറ്റർ ഐ ഷോഡ് ദം, ഐ പ്രൂവ് ദം, ഓക്കെ എനിക്ക് ഇതിനോടൊക്കെയാണ് താല്പര്യം, ഇഷ്ടം ഇതൊക്കെയാണ്. ആൻഡ് ദ ഹോൾ ജേർണി ഞാൻ ബാക്കോട്ടേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അന്ന് ഇഫ് ഐ ഹാവ് സ്റ്റോപ്ഡ്, അന്ന് ഇഫ് ഐ ഹാവ് ഐ ഡിഡ്ന്റ് ബിലീവ് ഇൻ മൈസെൽഫ്, എനിക്കൊന്നും ആവാൻ പറ്റില്ലായിരുന്നു. എന്തെങ്കിലും ആയി എന്നല്ല, പക്ഷെ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഐ ബിലീവ് ഇൻ ദാറ്റ് ആൻഡ് ബിക്കോസ് ഐ ഗോട്ട് ദ സപ്പോർട്ട് ഫ്രം മൈ പാരൻസ്. ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സനയുടെ വീഡിയോസ് കാണുമ്പോൾ, അല്ലെങ്കിൽ കുറേ പഴയ വീഡിയോസ് സാനിസ്റ്റ് എന്നുള്ള പേജിൽ നമ്മൾ നോക്കുമ്പോൾ ചെറിയ കാർഡ്സ്, ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് ആയിരിക്കാം, പക്ഷെ അത് തുറക്കുമ്പോൾ ഓരോ പേജിലും സന ഒരു എന്തെങ്കിലും ഒരു സർപ്രൈസ് എലമെന്റ്, ഒരു കൗതുകം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് മനസ്സറിഞ്ഞ് കൊടുക്കണം എന്ന് പറയും, ആ ആൾ അതിൽ ഹാപ്പി ആയിരിക്കണം എന്ന് പറയും. സനയുടെ ഒരു ഗിഫ്റ്റ് അത് കാണുമ്പോൾ റിയലി നമ്മൾ അത് കിട്ടുന്ന ആൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ഈ ഒരു വർക്കിലേക്ക്, ഒരു പേപ്പർ ക്രാഫ്റ്റിലേക്ക് അതൊരു ബിസിനസ് ആക്കാം, അല്ലെങ്കിൽ അതിൽ എനിക്ക് വരുമാനം കിട്ടും എന്ന് മനസ്സിലാക്കിയ ഒരു മൊമെന്റ് എന്തായിരുന്നു? ഓക്കെ, അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിന് ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കി കൊടുക്കായിരുന്നു, പേപ്പറിലും ക്ലോത്ത്സ് വെച്ചിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ അവർ അംഗീകരിച്ച് അവരൊക്കെ ഹാപ്പി ആയിട്ട് അത് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയത്തും ഹോസ്റ്റലിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് വരുന്നത് ശനി ഞായറാണല്ലോ. അപ്പോൾ ആ ടൈമിന് ഞാൻ കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് ചിലവഴിക്കും. എന്നിട്ട് തിങ്കളാഴ്ച തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും, ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത്. സോ അഗൈൻ എനിക്ക് അവിടുന്ന് ഒരു റെക്കഗ്നേഷൻ കിട്ടാണ്. അപ്പൊ എന്തുകൊണ്ട് ഇനി ഇതൊരു ബിസിനസ് ആക്കിക്കൂടാ, അവിടെ ഞാൻ തുടങ്ങിയത്. സ്ലോലി അത് മെല്ലെ മെല്ലെ ഗ്രോ ആയിട്ട് വന്നു, അൽഹംദുലില്ലാ. ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയ ഒരു വുമൺ ആണ്. പ്രത്യേകിച്ചും വീട്ടിൽ നിന്നൊക്കെ ഇപ്പൊ പഠിക്കാൻ വിടുമ്പോൾ എഞ്ചിനീയറിംഗ്, എനിക്കൊന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആയിരുന്നു തോന്നുന്നു, അത്തരം ഒരു കോഴ്സ് എടുത്ത് പോകുമ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ പേരൻസിന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, പഠിച്ച ഒരു നല്ല നിലയിൽ എത്തും, അതായിരിക്കുമല്ലോ അവർ വിചാരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് തന്നെ റൂട്ട് മാറിപ്പോയപ്പോ എന്തായിരുന്നു അവരുടെ ഒരു റെസ്പോൺസ്? ഇല്ല, അത് ഉമ്മാക്ക് നിർബന്ധം, ഒന്നുകിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ. ഞാൻ എല്ലാ എൻട്രൻസ് എക്സാം എഴുതിയത്, എല്ലാത്തിലും എഴുതി. അവസാനം എഞ്ചിനീയറിംഗിന് MES കോളേജിൽ സീറ്റ് കിട്ടി മെറിറ്റിൽ. അപ്പൊ ആ ടൈമിന് കയറിയപ്പോഴും ഉമ്മ വിചാരിക്കുന്നത് ഇപ്പൊ ഇത് ഇറങ്ങി വരുമ്പോൾ ഇത് എഞ്ചിനീയറിംഗ് ആയിട്ട് നല്ലൊരു എഞ്ചിനീയർ ആയിട്ടൊക്കെ ജോലി ചെയ്യും. മെയിൻ കാര്യം സപ്ലൈ ഇല്ലാണ്ട് ഇറങ്ങുക, ഒരു ആരെ കൊണ്ടൊന്നും പറയും, ഇതൊക്കെയാണ് ഉമ്മാന്റെ ധാരണ. പക്ഷെ എനിക്ക് ഇഷ്ടം ആ ടൈമിനെ ഇതൊക്കെ ചെയ്യുക. ഓക്കെ, ഇതിങ്ങനെയാണല്ലോ ആഗ്രഹം, ഓക്കെ അതുപോലെ തന്നെ ഇറങ്ങി കൊടുക്കാം. ഐ ലെഫ്റ്റ് ഇറ്റ്. എഞ്ചിനീയറിംഗ് നല്ല രീതിയിൽ തന്നെ ഇറങ്ങി, ഒന്നുമില്ലാണ്ട് തന്നെ എനിക്ക് ഒരു ജോബൊക്കെ കിട്ടിയിരുന്നു. ബട്ട് എനിക്ക് അതിനോട് തീരെ താല്പര്യമില്ല. ഒരാളെ ഇത് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഫീൽഡാണ്. അതിൽ വർക്ക് ചെയ്യാൻ പഠിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ കോളേജിലും എൻജോയ് ചെയ്തിട്ടുണ്ട്, ഹോസ്റ്റലിലും എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വർക്ക് എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യണം, അതിൽ നിന്ന് കിട്ടുന്ന സുഖം വേറെ തന്നെയാണ്. അതിപ്പോ ആരും നമ്മളെ ഫോഴ്സ് ചെയ്യാനില്ലല്ലോ. ഓക്കെ, ഇന്നത്തേക്ക് ഇനി ഇത് തീർക്കണം, ഇല്ല, എനിക്ക് വേണമെങ്കിൽ എടുത്താൽ മതി, ചെയ്യുന്നില്ലേ ചെയ്യണ്ട, അത്രയല്ലേ ഉള്ളൂ. ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ ജേർണി. അപ്പോൾ വീട്ടിൽ നിന്ന്
എന്താണ് കഴിഞ്ഞപ്പോഴും ദേ ഹാവ് ബീൻ സീയിങ് നോ, കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ ഐ എം മേക്കിംഗ് മണി, ഫൈനാൻഷ്യലി അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല. എക്സാം കഴിഞ്ഞ് നമ്മളെ ഫെയർവെൽ ഒക്കെ കഴിഞ്ഞ് പിറ്റേന്ന് ഞാൻ തുടങ്ങിയത് എൻ്റെ വർക്ക്ഷോപ്സ്. കാരണം ഇതൊരു ഇതായിരുന്നു, ക്ലാസ്സിന് പോകണം, എഞ്ചിനീയറിങ്ങിന് എന്താ പറയുക, ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അയ്യോ അത് പറ്റില്ല. അത് കഴിഞ്ഞൊരു ഫ്രീ ആയിട്ട് കിട്ടിയല്ലോ. ഒരു കൊല്ലത്തോളം എനിക്ക് ഫ്രീ ഉണ്ടായിരുന്നു. കല്യാണം കഴിയുന്നതിന്റെ മുന്നേ വരെ ഒരു കംപ്ലീറ്റ് ഒരു 1 ഇയർ എൻ്റെ കയ്യിലായിരുന്നു. ഐ ഹാവ് എൻജോയ്ഡ് ഇറ്റ് ദ മോസ്റ്റ്. എനിക്ക് തോന്നുന്നു ആ ഇയറിലാണ് കുറേ ആൾക്കാർ അറിയാൻ തുടങ്ങിയതും കുറേ ഓർഡേഴ്സ് വരാൻ തുടങ്ങിയതൊക്കെ ആ ഒരു ഇയറിലായിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. സപ്പോർട്ട് നല്ല രീതിയിലുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ യൂസ് ചെയ്തത് ആ സാധ്യതകളെയാണ്. ആ ഒരു ഇന്റർനെറ്റ് ആളുകൾക്കെല്ലാം നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമായ ഒരു സമയം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അതൊക്കെ എല്ലാവരും ഫെമിലിയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സമയത്ത് സന അതിനെ യൂസ് ചെയ്തു എന്ന് വേണം പറയാൻ. ഓർഡേഴ്സ് വന്നു തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്ത് ഒരാൾ വാങ്ങി നല്ലതെന്ന് പറഞ്ഞു. പിന്നെ ഓർഡേഴ്സിന്റെ ഒരു പെരുമഴയായിരുന്നു. ആ സമയം എങ്ങനെയാണ് സന മാനേജ് ചെയ്തിരുന്നത്? ആ ഒരു പീരീഡ്. ഇത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ സംഭവിക്കുന്ന ഒരു 8 ഇയേഴ്സ് ബാക്ക് ആണ്. ഇപ്പോൾ എല്ലാം കാലങ്ങളൊക്കെ മാറി. ഞാൻ തുടങ്ങുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാം ഒക്കെ വന്നിട്ടേ ഉള്ളൂ. അന്നാണ് എനിക്ക് എൻ്റെ പപ്പ ആദ്യമായിട്ട് ഒരു ഫോൺ കൊടുത്തേക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, +2 കഴിഞ്ഞിട്ടാണ് എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഫോൺ കൊടുത്തേക്കുക. അന്നേരം ഈ ഇൻസ്റ്റഗ്രാം ഒക്കെ ഒരു സംഭവമായിരുന്നു. ഇങ്ങനെ ഞാൻ തുടങ്ങി. എൻ്റെ കൂട്ടത്തിലുള്ള കുറെ ആൾക്കൊന്നും അതില്ല. ഇപ്പൊ എന്റെ കോളേജിലൊക്കെ നടക്കുമ്പോൾ ആൾക്കാർ പറയും, സാധനം എന്ത് കണ്ടാലും വേഗം പോയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇടും അങ്ങനെ പറയുന്ന ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിന് ഈ ഫോൺ കൊണ്ട് കളിക്കുമ്പോൾ ഉമ്മ ഇങ്ങനെ വല്ലാണ്ട് ഇതാക്കും, ചെയ്യില്ല ചെയ്യില്ല. ഞാൻ ഈ പഠിച്ചു വരുന്ന സമയമാണ്, ഇതിൽ നിന്ന് എന്തൊക്കെ ചെയ്യാം, ആൾക്കാർ എന്തൊക്കെ അറിയിക്കാം. ഒരു പൂവിന്റെ ഫോട്ടോ ഉണ്ട് അതെടുത്തിടാം. ആ ടൈമിൽ അതായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ എന്തോ സംഭവം ആവാം, നമുക്ക് കുറെ ഫോളോവേഴ്സ് ഉണ്ടാക്കുക, അതൊക്കെയായിരുന്നു. അപ്പൊ പിന്നെ പിന്നെ അതിൽ നിന്ന് ഓക്കെ ഇതിന് കരിയർ ഓപ്പർച്യൂണിറ്റി ആണ്, ഇതിൽ നമുക്കൊരു വരുമാന മാർഗ്ഗം ഉണ്ട് ഒക്കെ മെല്ലെ ഗ്രാജുവലി വന്നതാണ്. ഇപ്പൊ ഞാൻ ഉമ്മയോട് സംസാരിച്ച ഉമ്മ പറയും, ഞാൻ അന്ന് ഇന്നെ കുറെ പറഞ്ഞല്ല, ഇതിൽ നിന്ന് കൂടെ അല്ലേ അല്ലേ എനിക്ക് ആയത്, ഇതിൽ കൂടെ അല്ലേ എന്ന് പറയും. ബിക്കോസ് ഫോൺ അറ്റ് എ ടൈം അത് മോശമാണ്, പക്ഷെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യുനോ നമുക്ക് എത്ര ബെനിഫിഷ്യൽ ആണെന്നുള്ളത്. ഇറ്റ് വാസ് വെരി നൈസ്. അതിൽ കൂടെ ശരിക്കും തന്നെ ആ സമയത്തൊക്കെ നമ്മൾ നമ്മുടെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ ഇടില്ല. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന സമയത്ത് എല്ലാവരും ഈ പറഞ്ഞ പൂവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാറിന്റെ ഒക്കെ ഫോട്ടോ ആയിരിക്കും ആ സമയത്ത് ഇടുക. ഇത് സന വന്നത് ഒരു കൺസർവേറ്റീവ് ബാക്ക്ഗ്രൗണ്ട് ആണ്, കൺസർവേറ്റീവ് മുസ്ലിം ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഇപ്പൊ വീട്ടുകാർ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒക്കെ ഒരു കോണിൽ നിന്ന് നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് വന്നേക്കാം. ഈ പറയുന്ന പോലെ ഫോണിന്റെ യൂസേജ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറെ സജീവമാകുമ്പോഴോ ഏതെങ്കിലും ഒരു പോയിന്റിൽ അങ്ങനെ വന്നിട്ടുണ്ടോ? വീട്ടിൽ നിന്ന് ഇതുവരെ അങ്ങനത്തെ ഒരു കാര്യങ്ങളും വന്നിട്ടില്ല. എല്ലാത്തിലും ടോപ്പ് ആവണം, എല്ലാത്തിലും ഫസ്റ്റ് ആവണം എന്ന് പറഞ്ഞ് ബാക്കിൽ നിന്ന് പുഷ് ചെയ്യുന്ന ആൾക്കാർ എൻ്റെ പാരന്റ്സ്, എസ്പെഷ്യലി മോം. തുടങ്ങിയ സമയത്ത് നമ്മളെ ഫോട്ടോ എടുത്തിടുക അങ്ങനൊന്നുമില്ല. ഈ കാര്യങ്ങൾ ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ എനിക്ക് ഓർമ്മയില്, എൻ്റെ ഓർമ്മയില് ഞാൻ ആദ്യമായിട്ട് ഇട്ടത്, ഞാൻ എന്തോ ഉണ്ടാക്കിയ ഒരു സ്കേർട്ടിൽ നിന്ന് ഞാനൊരു ബാഗ് ഉണ്ടാക്കി മാറ്റി. അങ്ങനെ എന്തോ ഒരു ജാക്കറ്റിൽ നിന്ന് ഞാനൊരു സ്ട്രോബെറി ബാഗ് ഉണ്ടാക്കി. അങ്ങനെ എന്തോ ഒരു ഫോട്ടോ ആണ് ഞാൻ ഇട്ടത്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് 2014. അതിൽ കോളേജിൽ പഠിക്കും, എനിക്ക് തോന്നുന്നു കോളേജിൽ ചേർന്ന ടൈമിൽ അന്ന് ഞാൻ എല്ലാവരോടും പറയും, ഒന്ന് എന്നെ ഫോളോ ചെയ്യ്, ഇതെന്റെ അക്കൗണ്ട്, ഒന്ന് എന്നെ ഫോളോ ചെയ്യ് പറഞ്ഞിട്ട് പോകും. അങ്ങനെ തുടങ്ങിയതാണ്. അപ്പൊ ഇത് എൻ്റെ പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് എനിക്ക് ഇതുവരെ ഒരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഇത് നീ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പഠനത്തിനെ ബാധിക്കാൻ പാടില്ല, പഠിപ്പിനെ ബാധിക്കില്ല, ആ ഒരൊറ്റ ഇതും. പക്ഷെ പുറത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ മീഡിയയിലാവുമ്പോൾ നമ്മളെ മെയിൻ കൺസേൺ എന്ന് പറയുമ്പോൾ, എസ്പെഷ്യലി ഐ കം ഫ്രം എ മുസ്ലിം കമ്മ്യൂണിറ്റി. അപ്പോൾ അത് അമിതമാവരുത് എന്നുള്ള എപ്പോഴും ഒരു കൺസേൺ ഉണ്ടായിരുന്നു. ബട്ട് നെവർ അതെന്നെ ജഡ്ജ് ചെയ്യുന്ന രീതിയിലോ അങ്ങനെ ഉണ്ടായിട്ടില്ല ഫ്രം ക്ലോസ് റിലേറ്റീവ്സ്. പക്ഷെ പുറത്തുനിന്ന് ഉണ്ടാവുന്ന ഞാൻ അങ്ങനെ മൈൻഡ് ഇല്ല. ആസ് ലോങ് ആസ് ഐ എം നോട്ട് ഹേർട്ടിങ് എനിബഡി, ആസ് ലോങ് ആസ് ഞാൻ ആരെയും അത് എഫക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഞാനത് മൈൻഡ് ചെയ്യലില്ല. അന്ന് ഒരുപാട് ആളുകളുടെ അടുത്ത് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യണം, ഞാനിടുന്ന പോസ്റ്റിനൊക്കെ ലൈക്ക് ചെയ്യണം. ഇന്ന് എത്ര ഫോളോവേഴ്സ് ഉണ്ട് സാനിസ്റ്റ് എന്ന പേജിന്? ഇന്ന് അറൌണ്ട് 249K. ഇറ്റ് വാസ് എ സ്ലോ പ്രോസസ്. ഞാനൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യത്തിൽ തന്നെ നിൽക്കുന്ന ആളല്ല. പലതിലും എനിക്ക് ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, അതിൻ്റെ ഇടയിൽ അത് ഉണ്ടാക്കും. അപ്പോൾ ചില ടൈമിന് ഫോക്കസ് വേറെതിലേക്ക് മാറും. ബട്ട് ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് സ്ലോ പ്രോസസ്. ഇപ്പൊ ഉള്ളതൊക്കെ കമ്മ്യൂണിറ്റി ഈസ് എ വെരി സ്ട്രോങ് കമ്മ്യൂണിറ്റി. അന്ന് ഞാൻ പോയി പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് ആൾക്കാരെ കൊണ്ട്. ഇവിടെ ഇപ്പൊ അറിഞ്ഞു വരുന്ന ആൾക്കാരാണ്. അപ്പൊ അതും ഒരു സ്ട്രോങ് ഒരു സിസ്റ്റർഹുഡ് പോലെയാണ്. എന്നെ ഫോളോ ചെയ്യുന്നത് മെജോറിറ്റി വിമൺ ആണ്. അപ്പൊ നമ്മളിപ്പം ഒരേ ഏജിലുള്ള പെൺകുട്ടികൾ ഫോളോ ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ തിങ്. സപ്പോർട്ട് ചെയ്യുന്നത് സാധാരണ നമുക്ക് എന്താ തോന്നുക, ഓൾ ഇത് ചെയ്യുന്നത് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതില്ല. എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്ട്രോങ് വിമൺ ആണ്. ആൻഡ് ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. എനിക്കൊരു സ്ട്രോങ് കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് തന്നെ പറയാം. ഇപ്പോ അതായത് ഈ ഒരു മൊമെന്റിൽ അന്ന് ഒരു 18ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 16ാമത്തെ വയസ്സ് തൊട്ട് പേപ്പർ ക്രാഫ്റ്റ് ചെയ്തു വന്ന, സ്റ്റിച്ചിങ് ചെയ്തു വന്ന ഒരു പെൺകുട്ടി ഇന്ന് സന എന്താണ്, സന എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇന്ന് ഒരു ഫേസിൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു 6-7 ഇയേഴ്സ് മുന്നേ വരെ പേപ്പർ ക്രാഫ്റ്റ് മാത്രമായിരുന്നു എൻ്റെ ലൈഫിൽ. അതിനെ കൊണ്ട് എന്തെങ്കിലും ആവണം, അത് ചെയ്യണം, വർക്ക്ഷോപ്സ്. പക്ഷേങ്കിൽ ആഫ്റ്റർ ഐ മൂവ് ടു ദുബായ്,
ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് സ്പ്രെഡ് അല്ലേ? ഭയങ്കര ചെറിയൊരു സ്ഥലമാണെങ്കിൽ പോലും എവ്രിവെയർ ദെയർ ആർ ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ ഞാൻ അത് കണ്ടു തുടങ്ങിയതിന് ശേഷം എന്തിലെങ്ങൊക്കെയോ ആവണമെന്നായി. അത് ചെയ്യണം എനിക്കിത് പറ്റുമല്ലോ, ഇത് ചെയ്യണമെന്നായി. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ബ്ലോഗിങ് കുറച്ചും കൂടെ സ്ട്രോങ് ആയി. നമ്മളെ നാട്ടിനേക്കാളും കൂടുതൽ ഇവിടെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ പോകുന്നു ബ്ലോഗിങ്. അതിന്റെ ഇടയിൽ എനിക്ക് ഡിസൈനിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞല്ലോ. അപ്പൊ മുമ്പ് ഇങ്ങനെ ഉമ്മാന്റെ പഴയ ചുരിദാറൊക്കെ എടുത്ത് എനിക്ക് തന്നെ സ്വന്തമായി എന്റെ ഷേപ്പിലൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ സ്കൂളിൽ പോയിടും. കീറിയിട്ടൊക്കെ ഉണ്ടാവും, കൈയൊന്നും കറക്റ്റ് ഒന്നും ആയിരിക്കില്ല, ബട്ട് സ്റ്റിൽ എനിക്കിഷ്ടമാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്ത് കാണിക്കാൻ. അങ്ങനെ അത് ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്റേതായ ഉമ്മാന്റെ പേരിൽ തന്നെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങി. ഉമ്മാന്റെ പേര് നിസ എന്നാണ്. അപ്പൊ നിസാസ് എന്നുള്ള പേരിൽ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങി അൽഹംദുലില്ലാഹ്. നിസ മീൻസ് വുമൺ ഇൻ അറബിക്. അപ്പം അങ്ങനെ തുടങ്ങിയതാണ്. അത് ഇപ്പോൾ എഗൈൻ ഗ്രോയിങ് ഫേസിലാണ്, ലേണിംഗ് ഫേസിലാണ്. മിസ്റ്റേക്സ് ഉണ്ടാവും, പഠിക്കും. അതും എഗൈൻ സ്ലോ ആയിട്ട് പോകുന്നുണ്ട്. സനയുടെ സനയെ പറ്റിയിട്ട് നമ്മളൊരു ഇങ്ങനെ ഒരു റിസർച്ച് ചെയ്യുമല്ലോ എന്തായാലും ഒരു ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ ഒരു കാര്യം, സന ആ ഒരു 18 ഇയേഴ്സ് പ്രായമുള്ള സമയത്ത് 53 കൺട്രീസിൽ നിന്ന് അല്ല 32 കൺട്രീസിലെ ഉള്ള സുഹൃത്തുക്കൾക്ക് ലെറ്റർ എഴുതുമായിരുന്നു എന്ന് അതെ. കേട്ടു. അതിന്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ടാണ്. സന കുറെ കളേഴ്സ് ഉള്ള പേപ്പറിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് ഇത്രയും സുഹൃത്തുക്കൾക്ക് ലെറ്റർ എഴുതി. കാര്യം ആ സമയത്ത് കണക്ടിവിറ്റി കുറച്ചും കൂടി കൂടുതലായിരുന്നു. അതെ. മറ്റ് രാജ്യങ്ങളിലുള്ള സുഹൃത്തുക്കളുമായിട്ട് നമുക്ക് സംവദിക്കാൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഓപ്പൺ ആയ ഒരു സമയത്താണ് സ്നെയിൽ ആർട്ട് എന്ന രീതിയിൽ അങ്ങനെ ഒരു അതെ. ലെറ്റർ അതെ. അതെ. എഴുതുന്ന ഒരു രീതി തുടങ്ങിയത്. സന ഭയങ്കര ക്യൂരിയസ് ആണോ എല്ലാ കാര്യങ്ങളിലും? ഈ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ, ടെക്നോളജി ആ രീതിയിൽ? അതെ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഓരോ ഫേസിനും ഓരോ, ഉമ്മ പറയും ഭ്രാന്താന്ന് പറയും. എനിക്ക് ഓരോ ഫേസിനും ഓരോന്നിനോട് ഇൻട്രസ്റ്റ്. എനിക്കൊന്നും അതൊക്കെ എന്റെ പപ്പാന്റെ അടുത്ത് കിട്ടിയത്. പപ്പ എല്ലാ കാര്യത്തിലും ഭയങ്കര കൗതുകത്തോടെ അറിയാൻ ശ്രമിക്കും. ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അത് വോയിസ് ആയിട്ട് ചോദിക്കും, ഇതെന്താ മോളെ സംഭവം, ഇതെങ്ങനെയാണ്. അപ്പൊ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പൊ പുതിയ പുതിയ കാര്യം പഠിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ആ ഫേസിൽ ഇങ്ങനെ സ്നെയിൽ മെയിൽ എന്ന് പറഞ്ഞ സംഭവത്തിനെ പറ്റി അറിഞ്ഞ് കത്ത് എഴുതി കഴിഞ്ഞാൽ അവർക്ക് കിട്ടും. ഒരു 14-15 ദിവസം കഴിഞ്ഞാൽ അവർക്കത് കിട്ടും. അവരത് വായിക്കും, അതിന് മറുപടി തരും, അതെന്റെ കയ്യിൽ എത്തും. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെ ദുബായിൽ വന്നതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് കുറെ പേരുമായിട്ട് ഞാൻ ഇപ്പോഴും ഇമെയിൽ വഴി കണക്റ്റഡ് ആണ്. അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജേർണി ആയിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ യാത്ര ചെയ്തിട്ടാണല്ലോ നമ്മൾ പല രാജ്യങ്ങളും അറിയുന്നത്. പക്ഷെ എനിക്ക് യാത്ര ചെയ്യേണ്ട വന്നിട്ടില്ല. കത്തിലൂടെ അവർ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡ് റിട്ടൺ നോട്ട്സിൽ നമുക്ക് തരും. എനിക്ക് എഴുതാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന് എനിക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ, കാരണം ഇത് സ്റ്റാമ്പ് ഒട്ടിച്ച് അയക്കാൻ ഭയങ്കര പൈസയാണ്. ഞാൻ എന്റെ പോക്കറ്റ് മണിന്ന് കത്ത് എഴുതുക. അപ്പൊ എനിക്ക് വേറെ പണിയൊന്നുമില്ലേ ഇങ്ങനെ എഴുതിയിട്ട് ഇവർക്ക് അയക്കാൻ. അങ്ങനെ ഇവരോട്ട് എങ്ങനെ കണക്ട് ചെയ്തത്? സോഷ്യൽ മീഡിയ ത്രൂ ആണോ ഈ? അതിന് പെൻപാൽ വെബ്സൈറ്റ്സ് കുറെ ഉണ്ടാവും, ആഹാ. സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും. പെൻപാൽസ് വാണ്ടഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആർക്കും വേണമെങ്കിലും ചെയ്യാം. എഴുതാവുന്നതാണ്. ഇഷ്ടമുള്ളവർക്ക്, എഴുതാൻ ഇഷ്ടമുള്ളവർക്ക് അതൊരു നല്ലൊരു കാര്യമാണ്. ഈ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഒരു ഒരു മൂവിയുടെ ഒരു ക്ലിപ്പാണ്. അതായത് മനോരഥങ്ങൾ എന്ന MT സാറിന്റെ ഒരു സിനിമയുടെ സീരീസ് വന്നു. അപ്പൊ അതിനകത്ത് കാഴ്ച എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. പാർവതിയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ പാർവതി പറയുന്നുണ്ട് ആ സിനിമയില്, അതായത് ഒരു പെൺകുട്ടിക്ക് ക്രിയേറ്റീവ് ആയിട്ട് ജീവിക്കാൻ അത്യാവശ്യം സ്പേസ്. സമ്പാദ്യവും കുറച്ച് സ്വന്തമായിട്ടൊരു മുറിയും, അത്യാവശ്യം സമ്പാദ്യം സ്വന്തമായിട്ടൊരു മുറിയുമാണ് ഏറ്റവും അത്യാവശ്യം എന്ന്. സനയുടെ കാര്യത്തിൽ അതെങ്ങനെ എത്രത്തോളം ശരിയാണ്? എന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അത് വലിയൊരു ഫാക്ടറാണ്. കാരണം എനിക്ക് ഒരു റൂം ഉണ്ടായിരുന്നു വീട്ടില്. എനിക്ക് എന്ത് വേണമെങ്കിൽ അതിൽ ചെയ്യാം. എന്റെ റൂമിൽ ആർക്കും കേറാൻ പറ്റൂല. പിന്നെ അത് സങ്കടമായത് ആ റൂം ഇപ്പൊ മണിയറയാക്കി. കല്യാണം കഴിയുമ്പോൾ നമ്മളെ നാട്ടില് പെൺകുട്ടിയൊക്കെ അത് റൂം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ആ സമയത്ത് എന്റെ എല്ലാ സാധനങ്ങളും ഇവര് മാറ്റി ഒരു ഭയങ്കര അതെല്ലാം ഒരു കാർട്ടണിലേക്ക് മാറ്റിയിട്ട് വെച്ച് ഇതിനി മണിയറയാണെന്നായി. ബട്ട് അത് വരെ എന്റെ എല്ലാം അതിലാണ്. ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് എന്റെ റൂമിലാണ്. എന്റെ മെഷീൻസും കാര്യങ്ങളൊക്കെ അവിടെയാണ്. ലോട്ട് ഓഫ് ദി ടൈം ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. അത് വേണം നമുക്ക്. ഇപ്പൊ ചുറ്റും ഇപ്പൊ താഴെ പോയിട്ട് എല്ലാവരോടും കൂടി ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിന്തകൾ വരാനോ അല്ലെങ്കിൽ ഐഡിയാസ് വരാനോ കുറച്ച് പാടായിരിക്കും. എനിക്ക് എന്റേതായ ടൈം എടുക്കണം എല്ലാത്തിനും. സോ ഐ ഗോ ടു മൈ സ്പേസ്. അവിടെ തന്നെ വർക്ക് ചെയ്യും. ഒരു വർക്ക് സ്പേസ് പോലെ തന്നെ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ചെറിയൊരു ഏരിയ ആണെങ്കിലും കുഴപ്പമില്ല. നമ്മളതായ ഒരു കോർണർ, സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ ഒരു സ്പേസ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഈ കാര്യത്തിൽ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, സന എവിടെയും ഒരു സ്ഥലത്തും സ്റ്റിക്ക് ചെയ്യുന്നില്ല. ഇപ്പോ മലയാളിയായ ഒരു ബ്ലോഗർ ആണ് സന. പക്ഷേ സനയുടെ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് ഓൾ അറൗണ്ട് ദ വേൾഡ് ആണ്. എല്ലായിടത്തും ആ ഒരു കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. ഇന്റർനാഷണൽ ബ്രാൻഡ്സുമായിട്ട് കൊളാബ് ചെയ്യുന്നു. എങ്ങനെയാണ് ഇവരിലേക്കൊക്കെ എത്തിയത്? ഐ തിങ്ക് ഓൺലൈൻ പ്രസൻസ് തന്നെയാണ്, സോഷ്യൽ മീഡിയ പ്രസൻസ് തന്നെയാണ് അത്. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ടൈമിൽ ഞാൻ നല്ലോണം വീഡിയോ ഇട്ട് എത്തിയിരുന്നു നല്ല രീതിയിൽ തന്നെ. ഇപ്പം റീൽസ് ഒക്കെ കോണ്ടന്റ് വന്നതിന് ശേഷമാണ് അത് കൂടുതൽ മുൻഗണന കൊടുത്തത് ആൾക്കാർ. ബട്ട് അതിന്റെ മുന്നേ തന്നെ ഇൻസ്റ്റഗ്രാമിനൊരു ഒരു നല്ലൊരു ഫേസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇൻസ്റ്റഗ്രാം മാറി, എനിക്ക് തോന്നുന്നു എല്ലാം അതിൽ വരുന്നുണ്ട്. സെർട്ടൈൻ കാര്യങ്ങൾ മാത്രം കിട്ടുന്ന ഒരു ഫേസ് ഉണ്ട്. ആ ടൈമിലാണ് ഈ ബ്ലോഗിങ്
നമ്മളെ നാട്ടിലൊക്കെ വന്ന് ഉം. തുടങ്ങിയത്. ഉം. ഇപ്പൊ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പഠിക്കുന്ന ടൈമിലൊക്കെ ഈ ഉം. ബ്ലോഗിംഗ് ഓപ്പർച്യൂണിറ്റീസ് വരുമായിരുന്നു. ഉം. പക്ഷെ അതൊന്നും പെയ്ഡ് അല്ല. ആൾക്കാർ ഒരു ഈ സാധനം തരാ, ഇതിന് ഇത്ര ഇട്ടേരണോ അത്ര ഇട്ടത് അത് മനസ്സിലാക്കുന്നില്ല. ഇത് പണിയല്ലേ, ഇത് വർക്കല്ലേ, ഇതിനെ റിവ്യൂ ചെയ്യണം, ഉം. യൂസ് ചെയ്ത് മനസ്സിലാക്കണം, എന്നിട്ട് ആൾക്കാരിൽ എത്തിക്കണം. ആൻഡ് എസ്പെഷ്യലി ഈ സ്കിൻ കെയർ ബ്രാൻഡ്സ് ഒക്കെ വരും നമ്മളെടുത്ത്, ഉം. എന്നിട്ട് പറയും ഇന്നിപ്പോ അയച്ചു എന്നിട്ട് പറയും നാളെ അതിന്റെ റിവ്യൂ ആണ്. ഇത് ഉപയോഗിക്കാണ്ട് എങ്ങനെ പറയാ? ഉം. അങ്ങനെ വാല്യൂ തരാത്ത ആൾക്കാർ. അപ്പൊ ഞാൻ പറയാം എനിക്ക് ഉപയോഗിച്ചിട്ട് എനിക്കത് യൂസ്ഫുൾ ആണ് ഞാൻ ഇടുള്ളൂ. ഞാനിപ്പോ സ്കിൻ കെയർ ബ്രാൻഡ്സ് എടുക്കുന്നത് വളരെ കുറവാണ്. കാരണം ഇത് ആൾക്കാർ നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ട് അത് വാങ്ങിക്കുന്നത്. എന്നിട്ട് അവള് പറഞ്ഞിട്ടാ ഞാനത് വാങ്ങി, എന്റെ മുഖം എങ്ങനെ, ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. അപ്പൊ ഞാനത് യൂസ് ചെയ്താൽ ഞാൻ പറയും ഇതാ ഞാൻ ഉപയോഗിച്ചത്, ഉം. ദിസ് ഇസ് ഇറ്റ്. അങ്ങനെ. ഉം. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ മെയിൻ എന്റെ പ്ലാറ്റ്ഫോം ഇൻസ്റ്റഗ്രാം ആയിരുന്നു. ഉം. അതിൽ തന്നെ ആൾക്കാർ റീച്ച് ഔട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ ബ്രാൻഡ്സ് ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയതൊക്കെ അതിൽ നിന്ന് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഈ പറഞ്ഞ ബ്ലോഗിങ്, അതുപോലെ ഡിസൈനിങ് ചെയ്യുന്നു, പേപ്പർ ക്രാഫ്റ്റ് ചെയ്യുന്നു. ഉറപ്പായിട്ടും സനയുടേതായ ഒരു സ്ട്രെസ്സും ഈ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് മാനേജ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഇതിന്റെ ഇടയ്ക്കൂടെ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകിച്ച് സന ഒരു ഓർഗനൈസ്ഡ് വുമൺ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ കാര്യങ്ങളിലും. എങ്ങനെയാണ് സനയുടെ ഒരു പാറ്റേൺ? ഞാൻ അധികം തള്ളുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു അധികം തള്ളിക്കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യും. ഇത് ഫുള്ള് ഞാൻ എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. മാക്സിമം ട്രൈ ചെയ്യലുണ്ട്. മുന്നത്തെ ദിവസം പ്ലാൻ ചെയ്ത് വെക്കും, നാളെ ഇതൊക്കെ ചെയ്യും. പക്ഷെ എല്ലാ ഡേയും ഒന്നും അത് അങ്ങനെ അങ്ങനെ പോണമെന്നൊന്നുമില്ല. അബദ്ധാവുന്ന ദിവസങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്യണം എന്ന് ആലോചിച്ച് വെക്കും, പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഡേ ഉണ്ട്. പക്ഷെ ഞാൻ എല്ലാത്തിനും ഒരു ടൈം ബ്ലോക്ക് അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, ഇത്ര ടൈമിന്റെ ഉള്ളിൽ ഇത് തീർക്കണം, അത് ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് വെറിയാണ്. എനിക്ക് എന്റെ ക്വാളിറ്റീനൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. ഞാൻ ഒരു ക്വാളിറ്റി ഉള്ള പേഴ്സൺ ആണോ, എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒക്കെ ഒരു പേഴ്സൺ ആണ് ഞാൻ. ഈ ഒരു ബിസിനസ് ഒരു വുമൺ ആസ് എ വുമൺ എന്റർപ്രണർ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരു പെൺകുട്ടിക്ക് ഒരു ബിസിനസ് ചെയ്യാൻ നമുക്ക് കോൺഫിഡൻസ് മാത്രം പോരല്ലോ. ഇറങ്ങുക എന്നുള്ളത് ഒരു വലിയ കാര്യം. അതിന് അതെ, വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങുക എന്നുള്ളത് ഒരു വലിയ ഒരുപാട് ആളുകൾ, ഒരുപാട് കഴിവുള്ള ആളുകൾ മടിച്ച് മടിച്ച് നിപ്പുണ്ട്. അതെ. ഇത് ചെയ്യാതെ നിപ്പുണ്ട്. അവരുടെ അടുത്ത് സനയ്ക്കൊന്ന് ഒരു എങ്ങനെ ഒരു സ്റ്റാർട്ട് തുടങ്ങി വെക്കാൻ പറ്റും? അതായത് നമ്മള് 3 കാര്യങ്ങളാണ്. ഒന്ന് ചിന്ത, നമ്മൾ ചിന്തിക്കുന്ന കാര്യം. പിന്നെ നമ്മൾ പറയുന്ന കാര്യം. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മള് പ്രവൃത്തിയാണ്. ഇത് 3ഉം തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവണം. ചിന്ത കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഓക്കെ ഐ വാണ്ട് ടു ഡു ദാറ്റ് എന്നുള്ളത് തോന്നിക്കഴിഞ്ഞാലേ നമുക്കത് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എപ്പോഴും വി ഹാവ് ടു തിങ്ക് അബൌട്ട് മീനിങ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ. ഇപ്പൊ ഒരു സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ എം ടെല്ലിങ് യു ഐ വോണ്ട് ടു ഗോ ടു ദുബായ് മോൾ. പക്ഷെ എനിക്കൊരു മീനിങ് ഇല്ല. എന്തിനാ ഞാൻ പോകുന്നതെന്ന് അറിയാണ്ട് ഞാനിപ്പോ പോവാണെങ്കിൽ ഇറ്റ്സ് യൂസ്ലെസ്. അന്ന് എന്റെ ഡേ വെറുതെ വേസ്റ്റ് ആവും. ബട്ട് ഐ എം ടെല്ലിങ് യു ഓക്കെ ഐ ഹാവ് എ മീറ്റിംഗ്, ഐ വോണ്ട് ടു മീറ്റ് ദിസ് പേഴ്സൺ, ഓർ ഐ വോണ്ട് ടു ഷോപ്പ് ദിസ്. എനിക്കിത് വാങ്ങിക്കാനാണ് ഞാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ ഒരു ടൈം നല്ല രീതിയിൽ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാം. മീനിങ് ഇല്ലാണ്ട് ഓക്കെ ഞാനിത് ഇറങ്ങിത്തിരിക്കാം, ഓക്കെ ഐ എം ഗോയിങ് ടു ഡു ദിസ് എന്ന് പറഞ്ഞു ഇപ്പോഴും ഒരു എൻ പോയിന്റ് ഉണ്ടാവുമല്ലോ. ഇതാണ് എനിക്ക് കാണേണ്ടത്, എൻ്റെ ഔട്ട്കം ഇതായിരിക്കണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എവറിബഡി ക്യാൻ ഡു ദാറ്റ്. പിന്നെ ഇത് തുടങ്ങാൻ മടിക്കുന്ന ആൾക്കാർ, എനിക്ക് വരുന്ന പല മെസ്സേജസും ആണ് +2 കഴിഞ്ഞ കുട്ടികൾ, നിങ്ങൾ എങ്ങനെയാ ഇങ്ങനെ ആയേ, നിങ്ങൾ എന്താ ചെയ്തേ, എങ്ങനെയാ എനിക്ക് ഇതിലേക്ക് ആവാൻ പറ്റുക, എൻ്റെ പാഷൻ എങ്ങനെയാ കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ. ബട്ട് ഐ തിങ്ക് പാഷനൊക്കെ എനിക്ക് എന്താണോ നിങ്ങൾക്ക് ചെയ്തിട്ട് സന്തോഷം കിട്ടുന്നത് അതാണ് നിങ്ങളുടെ പാഷൻ. എനിക്ക് അങ്ങനെയാണ്. എനിക്കിപ്പോൾ ഡിസൈൻ ചെയ്യാനാണെന്ന് ഇഷ്ടം. ഓക്കെ, തലേ ദിവസം ഒന്നും ഉറക്കം കിട്ടൂല, പിറ്റേന്ന് ഒരു തലയിൽ ഒരു ഐഡിയ വന്ന് പിറ്റേന്ന് അത് ചെയ്യണം. അന്നത്തെ ദിവസം കംപ്ലീറ്റ്ലി ഇതിനെപ്പറ്റി തിങ്ക് ചെയ്ത് സ്ട്രെസ് ചെയ്ത് രാവിലെ ആവാൻ കാത്തു നിൽക്കും. അങ്ങനെ ഒരു സാധനം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഐ ഫീൽ ദാറ്റ് ഇസ് യുവർ പാഷൻ. അതിന് വേണ്ടിയിട്ട് ഇറങ്ങുക, ചെയ്യുക. വേറെ ഒന്നും നിങ്ങൾ തടസ്സം നോക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഐ ഓൾവേസ് ഫീൽ ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് വേണം. നമ്മൾ ഇറങ്ങി തിരിച്ച് അത് ചെയ്യുക അത് മാത്രമല്ല, ഒരു സപ്പോർട്ട് സിസ്റ്റം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സന പറഞ്ഞ ശരിയാണ്. നമ്മളെപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ കൂടെ ഒന്ന് വളരാനും കൂടി സാധിക്കും. അതെ. അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ശരിക്കും സന ഇപ്പൊ ഒരു എഞ്ചിനീയർ ആയിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു ഞാൻ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനെ കാണുന്നുണ്ട്. രാവിലെ പോകുന്നു, വൈകുന്നേരം വരുന്നു, പിറ്റേന്ന് പോകുന്നു. ഞാൻ പറയും പക്ഷെ ഹി ലവ്സ് ഡൂയിങ് ഇറ്റ്. പക്ഷെ എനിക്കത് കാണുമ്പോൾ എനിക്കിത് ആവുകയില്ല. എനിക്ക് ഐ ക്യാൻ നെവർ ഡു ദാറ്റ്. സ്ട്രക്ചർഡ് ആയിട്ട് രാവിലെ പോകുന്നു, രാത്രി വരുന്നു, പിന്നെ ഇതേ പണി തന്നെ ചെയ്യുന്നു. എനിക്ക് ആവില്ല. എനിക്കൊന്നും അങ്ങനെ ഒരു ഫുൾ ടൈം 9 to 5 ഞാൻ ചെയ്യുകയാണെങ്കിൽ ഐ വിൽ നെവർ ബി ഏബിൾ ടു ക്രിയേറ്റീവ്. എന്റെ ക്രിയേറ്റീവ് സൈഡ് എനിക്ക് പുറത്തെടുക്കാൻ പറ്റില്ല. പക്ഷെ ഓരോരുത്തരും ഓരോ ശൈലിയല്ലേ. എന്റെ ഹസ്ബൻഡിന് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം, എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പൊ നമുക്ക് തമ്മിൽ ഒരു കോമൺ ഹോബി എന്നൊന്നും പറയാനില്ല. മൂപ്പറത് എന്താണ് അതിനാണ് എന്റേതും, എന്റേത് എന്താണ് അതിനാണ് മൂപ്പറതും. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. നമുക്ക് ഏറ്റവും കൂടുതൽ ബോറടിക്കാതെ സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ
നമ്മളുടെ ഇഷ്ടങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കൊരു ഷോൾഡർ തരുന്ന ആളായിരിക്കണം നമ്മുടെ പാർട്ട്ണർ. ഉം. സന എങ്ങനെയാണ് പാർട്ട്ണറെ ചൂസ് ചെയ്തത്? സനയ്ക്ക് ആ ഒരു ഫ്രീഡം കിട്ടിയിട്ടുണ്ടോ? അതെ, ഐ തിങ്ക് ഇറ്റ് കംസ് ഫ്രം മൈ ഡാഡ്. ഉം. പപ്പ ഹാസ് ഓൾവേസ് ബീൻ മൈ ബെസ്റ്റ് ഫ്രണ്ട്. എൻ്റെ പാരൻസ് രണ്ടാളും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പപ്പ എന്ന് പറയുന്നത് ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടും ഞാനൊരു വേറൊരു ഫേസിലേക്ക് കടന്നു എന്നുള്ളത് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഐ ആം ഓൾവേസ് ഹിസ് സ്മോൾ കിഡ്. അങ്ങനെ തന്നെയായിരുന്നു. അപ്പം കഴിയുമ്പോഴും കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പോഴും എൻ്റെ മനസ്സിലുള്ള ആകെ ഒരു കൺസേൺ എനിക്ക് ഇവിടുന്ന് കിട്ടിയ സപ്പോർട്ടൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടുമോ എന്നുള്ളതായിരുന്നു. ബിക്കോസ് വി ആർ മൂവിങ് നോ, വേറൊരാൾ കൂടെ പോകുന്നു, വേറൊരു ഫാമിലിയിലേക്ക് കടന്ന്. ഇവിടെ അൽഹംദുലില്ലാ എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഇപ്പൊ എങ്ങനെയായിരുന്നു എൻ്റെ പപ്പ എന്നെ ടേക്ക് കെയർ ചെയ്തപോലെ അതുപോലെ തന്നെ. ഇഷ്ടങ്ങൾ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മൾ തമ്മിലുള്ള ഹോബീസ് എന്ന് പറയുന്നത് ഒന്നും മ്യൂച്വൽ ആയിട്ടുള്ള ഹോബീസ് ഇല്ല. ഇങ്ങനെ കാറിനെ പറ്റി ചിന്തിക്കും, കുറെ കാർ പാർട്സിനെ പറ്റി ചിന്തിക്കും. ഞാൻ അതിന്റെ ഇടയ്ക്ക് എൻ്റെ കുറെ പേപ്പേഴ്സിനെ പറ്റി പറയും, തുണീനെ പറ്റി പറയും. എവറിത്തിങ് ഇസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകും. പിന്നെ സപ്പോർട്ട് എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ചൂസ് ചെയ്യുന്ന ഇപ്പൊ കല്യാണം കഴിയുന്നതിന്റെ മുന്നേ ഐ ഹാവ് സ്പോക്ക് ടു ഹിം. എനിക്ക് ഇതൊക്കെ ചെയ്യാനുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ കുറച്ച് ആംബിഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ, എനിക്ക് ഇതൊക്കെ ചെയ്യും, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വാട്ട് എവർ യു ലൈക്ക്. അതിനല്ലേ എനിക്ക് തോന്നുന്നത് അതാണ് മാരേജ് സക്സസ്ഫുൾ ആക്കുന്ന മെയിൻ പോയിന്റ് എന്നുള്ളത്. എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യാൻ മൂപ്പർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ലവ് എക്സ്ചേഞ്ച് ചെയ്യാം. സനയുടെ ഈ ടെഡക്സിലും ജോഷ് ടോക്കിലും ഒക്കെ കാണുമ്പോൾ ഏത് പ്രായത്തിലായിരുന്നു ടെഡക്സിൽ സംസാരിക്കുന്നത്? ലോങ് ബാക്ക്, ഐ തിങ്ക് 2018 ആ ഒരു സമയത്തും ആ ഒരു ബോഡി ലാംഗ്വേജ് അത്രയും കോൺഫിഡൻസോട് കൂടി പറയാണ്. അതായത് ലൈഫിൽ ഒരു 18-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 19-ാമത്തെ വയസ്സിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി അത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജിൽ സംസാരിക്കുകയാണ്. ഞാൻ വന്ന പാത്ത് അല്ലെങ്കിൽ എൻ്റെ സക്സസ് സ്റ്റോറി ഇതാണ് എന്ന് പറയാണ്. ആ ഒരു സനയെ മോൾഡ് ചെയ്തത് എന്താണ് ശരിക്കും? എന്റെ ഉള്ളില് കോൺഫിഡൻസ് എപ്പോഴും വീട്ടിൽ നിന്ന് തന്നിരുന്നു എല്ലാത്തിനും. അന്ന് ആ ടെഡക്സിന് പോയ ഡേ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പപ്പാക്ക് ചെറിയൊരു ഹാർട്ടിന്റെ സർജറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലായിരുന്നു. അന്നാണ് ഞാൻ അവിടുന്ന് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോകുന്നത്. അപ്പൊ മനസ്സിന്റെ ഉള്ളിൽ ഈ സൈഡിൽ നിന്ന് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ട്. ബട്ട് അറ്റ് സെയിം ടൈം ഹി വാസ് ടെല്ലിങ് മീ പോയിട്ട് നല്ലതായിട്ട് ചെയ്തിട്ട് വാ. ഈ ടെഡക്സ് എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട്, ടെഡ് ടോക്സ് ഒക്കെ കണ്ടിട്ട്. ടെഡക്സ് നമുക്ക് ആർക്കും ഓർഗനൈസ് ചെയ്യാലോ. അപ്പൊ ഞാൻ അതിൽ സംസാരിക്കാൻ പോവാണോ, ഒന്നും പ്രിപ്പറേഷൻ ഒന്നും കാര്യമില്ല. ആ പോകുന്ന വഴിക്കാണ് ഞാൻ എന്താണ് എനിക്ക് പറയേണ്ടതെന്നുള്ളത് ആലോചിച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് പോയത്. ബട്ട് ദ കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും വീട്ടിൽ നിന്ന് തന്ന ആ ഒരു, നമ്മൾ ബേസ് നന്നാവാന്ന് പറയില്ല, എനിക്ക് ആ ചെറുപ്പത്തിലേ ഇങ്ങനെ തന്നത് കൊണ്ട് ഐ ഹാവ് ഓൾവേസ് ഹാഡ് ദാറ്റ്. ദ ബെസ്റ്റ് പാരന്റ്സ് തന്നെ പറയാം. സനയുടെ ഉപ്പ എക്സ്പാട്രിയേറ്റ് ആയിരുന്നു. അപ്പം ആൾക്കും ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. ഇപ്പൊ എഞ്ചിനീയറിങ്ങിന് മോളെ വിടുന്നു അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്ത് പഠിക്കുന്നു. ആ സമയത്ത് ആൾക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ, നമ്മുടെ മകളുടെ ഔട്ട്കം ഇതായിരിക്കണം എന്നൊരു എക്സ്പെക്ടേഷൻ. പക്ഷെ ഉപ്പ, സന എപ്പോഴും പറയുമ്പോൾ സനയുടെ ഭയങ്കര സ്പെഷ്യൽ ഒരു കോർണറിലുണ്ട്. അപ്പൊ ഈ അടുത്ത് സനയുടെ വീഡിയോസ് ഒക്കെ നോക്കുമ്പോൾ അറിയാം ഉപ്പായുടെ ഡിമൈസിൽ ഭയങ്കരമായി സന ബ്രേക്ക് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഉപ്പ എങ്ങനെയായിരുന്നു സനയുടെ ഒരു ലൈഫിൽ? ഇപ്പൊ 2 മന്ത്സിന് ശേഷം ഞാനിപ്പോ ഫസ്റ്റ് ടൈം ഒരു സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വരുന്ന തന്നെ 2 മന്ത്സ് ബ്രേക്കിന് ശേഷം. ഞാൻ പറഞ്ഞു നമ്മളെ ലൈഫിൽ ചില ഒരു എലമെന്റ്സ് ഉണ്ടായിരുന്നു, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില എലമെന്റ്സ് ഉണ്ടാവില്ലേ നമുക്ക്. അതിലൊരു പ്രൈം ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ ഉപ്പ. പപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാമാണ്. ഐ ഐ കാൺട്ട് സേ ഹീസ് ജസ്റ്റ് മൈ ഡാഡ്, നോ, ഹി വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ ഇപ്പൊ ഹസ്ബൻഡിന്റെ അടുത്ത് അടി ഉണ്ടാക്കിയാൽ പോലും ഞാൻ വേഗം വോയിസ് ഇടാ പപ്പാക്ക. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്റെ പപ്പ തന്നെ പറയും, ഞാൻ കേട്ടു വേഗം ഡിലീറ്റ് ചെയ്തു, ഓനാന്റെ ഫോൺ എടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നം. അത്രക്കും നമ്മളുടെ ബന്ധം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. നാട്ടിൽ പോയി കഴിഞ്ഞാലും ഞാനും പപ്പയും എന്തെങ്കിലും സ്വകാര്യമായിട്ട് സംസാരിക്കണം, ഉപ്പാക്കും ഉമ്മാക്കും ഒരു കള്ളക്കളി അങ്ങനെയാ പറയാ. സോ വി വർ ഓൾവേസ് സോ, ആ ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാണ്ടാവാന്ന് പറഞ്ഞാൽ അതൊരു, എനിക്ക് തോന്നുന്നു ആ ഒരു വോയിഡ് നികത്താൻ പറ്റില്ല, നമുക്ക് റീപ്ലേസബിൾ ആണ്. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ നിങ്ങളെ മുന്നിൽ ഇരിക്കാൻ എനിക്ക് കോൺഫിഡൻസ് കിട്ടുന്നത്, ഓക്കെ ഞാനിവിടെ ഇപ്പൊ നാട്ടിലുണ്ട്, എനിക്ക് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വിളിക്കാം, അങ്ങനെയൊക്കെ ഞാൻ മനസ്സിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യാം. ബട്ട് ഇറ്റ്സ് നെവർ, അതൊരു ഫുൾ ടൈം എനിക്ക് അത് ആ ഒരു വിശ്വാസത്തിൽ നിൽക്കാൻ പറ്റൂല. ഹി ഈസ് ഗോൺ, ഈസ് നെവർ ഗോയിങ് ടു കം ബാക്ക്. പക്ഷേ നമ്മളെ വിശ്വാസപ്രകാരം ഇഫ് ഫാദേഴ്സ് ഹാവ് ഡൈഡ് ഇൻ ഫെയ്ത്ത്, അതിന്റെ കുട്ടികളും ഫെയ്ത്തിൽ മരണപ്പെടുകയാണെങ്കിൽ നമ്മളെ വിശ്വാസപ്രകാരം നമ്മൾ മീറ്റ് ചെയ്യും എന്നാണ്. ആ ഒരു ഹോപ്പ് എന്നെ മുന്നോട്ട് കൊണ്ടുപോവാണ്. പക്ഷെ അള്ളെത്തിക്കാണെങ്കിൽ നമ്മൾ ഇനിയും കണ്ടുമുട്ടും. എനിക്ക് അന്നേരം ചോദിക്കണം പപ്പാന്റെ അടുത്ത്, നിങ്ങൾ പ്രൗഡ് ആയിരുന്നോ? പ്രൗഡ് ആയിരുന്നു എന്നുള്ളത് പപ്പ പോയതിനു ശേഷമാണ് ഇത്രയധികം ആൾക്കാർ എൻ്റെ പപ്പയെ സ്നേഹിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ വന്ന ആൾക്കാരോടൊക്കെ നമുക്ക് കൂടുതൽ കൗതുകം ഉണ്ടാവുമല്ലോ ചോദിക്കാൻ, എൻ്റെ പപ്പ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞിരുന്നോ. അപ്പൊ വന്ന ആൾക്കാരൊക്കെ പറഞ്ഞ കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാല്, എൻ്റെ മോള് ഇതാ, ഓളതാ ഇഷ്ടത്തിന് ജീവിക്കുന്ന, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ തുടങ്ങിയ ടൈമിന് ഇപ്പൊ ഇതാ ഇൻസ്റ്റാഗ്രാം തുടങ്ങുന്നത്, ഒക്കെ ഫോളോവേഴ്സ് ഉണ്ട്, ഇതൊക്കെ പപ്പാക്ക് അറിയാം, എന്തൊക്കെയോ പപ്പാക്ക് അറിയാം.
അപ്പൊ കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ വേഗം പോയിട്ട് പപ്പാൻ്റെ അടുത്ത് കുട്ടികൾ വരും, നിങ്ങളോട് ഒരു ഫോട്ടോ എടുത്തോട്ടെ, നിങ്ങൾ സനാ ഖാദറിന്റെ ഉപ്പല്ലേ? സനാ ഖാദർ തന്നെ ഞാനെന്ന് അറിയാം. ഐ ഹാവ് ഓൾവേസ് ഫെൽ ദാറ്റ് ജോയ്. ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ചിലരോടൊക്കെ പപ്പ പറയും, നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്ക് സനാ ഖാദർ, അങ്ങനെയൊക്കെ പറയും. സോ ഹി വാസ് ഓൾവേസ് പ്രൗഡ് ആൻഡ് ഹാപ്പി എൻ്റെ ഈ ജേർണിയിൽ. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫീച്ചേഴ്സും ആർട്ടിക്കിൾസ് ഒക്കെ ആയിട്ട് വരുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഗൾഫ് മാധ്യമത്തിൽ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ PDF ഫയൽ ഞാൻ പപ്പാക്ക് അയച്ചു കൊടുത്തു. അപ്പൊ ഇന്ന് വന്നതാണിത്. ഓ ബ്യൂട്ടിഫുൾ ഒക്കെ കഴിഞ്ഞ് ഞാൻ നാട്ടിൽ ഒരു ചെറിയ വെക്കേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്കൊരു ചെറിയ സർപ്രൈസ് ഉണ്ട്. ഞാൻ പറഞ്ഞു എന്താ? ഞാൻ വിചാരിച്ചു എന്താണോ ഇത്, എനിക്ക് മനസ്സിലാവുന്നില്ല. പോയപ്പോ അതിങ്ങനെ വലിങ്ങനെ ഫ്രെയിം ചെയ്തിട്ടൊക്കെ കൊണ്ടുവന്നു, യു കീപ് ഇറ്റ്. അപ്പൊ മൂപ്പർക്ക് ഈ എഴുത്ത്, ഫോട്ടോഗ്രാഫ്സ് എടുത്തു വെക്കുക, മെമ്മറീസ് ഭയങ്കരമായിട്ട് ചെറിയ വലിയ ഫയൽസ് ഉണ്ട് പപ്പാന്റെ കയ്യിൽ. എപ്പോ ഒരു ഡേറ്റ് നമ്മൾ ചോദിക്കുകയാണെങ്കിലും ഹിൽട്ടൺ ഇത് അന്നാണ് നടന്നത്, ഇത് ഈ സമയത്തായിരുന്നു, അന്ന് ഞാൻ ഇവിടെ ആയിരുന്നു. സോ എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയ പല ക്യാരക്ടറിസ്റ്റും അത് പപ്പാന്റെ കയ്യിൽ തന്നെയാണ്. പപ്പയുടെ ആ പ്രൗഡ് ഡോട്ടർ ഇന്ന് UAE അറിയപ്പെടുന്ന ഒരു ബ്ലോഗറായി മാറി. UAE ഗോൾഡൻ വിസ ഇപ്പോ പറഞ്ഞ പോലെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷെ സനയ്ക്ക് അത് കിട്ടിയത് ക്രിയേറ്റീവ് കാറ്റഗറിയിലാണ്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ക്രിയേറ്റീവ് കാറ്റഗറിയിൽ ഗോൾഡൻ വിസ കിട്ടിയിട്ടുള്ളത്. അതിലേക്കുള്ള ഒരു ജേണി എങ്ങനെയാണ് സനയ്ക്ക് അത് കിട്ടിയത്? എനിക്ക് തോന്നുന്നു ഗോൾഡൻ വിസ വന്ന ടൈമിൽ ഈ ആക്ടേഴ്സസ് അവരെ കഴിവിന് അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ആൾക്കാർക്ക് അറിയുന്നില്ല. നമ്മളെ ക്രിയേറ്റീവ് സൈഡിൽ നമുക്ക് കിട്ടും, എല്ലാവരും ഒരിക്കൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കുറെ ഉണ്ടെങ്കിൽ നമുക്ക് ഗോൾഡൻ വിസ, അങ്ങനെയൊന്നും അല്ല. അപ്പോൾ ഇതിലും പപ്പ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഗോൾഡൻ വിസന്റെ ഒരു സംഭവം ഉണ്ട്, നീ ഒന്ന് ട്രൈ ചെയ്യുന്നോ എന്നൊക്കെ ചോദിച്ചു. ഞാനൊന്ന് ട്രൈ ചെയ്തു, ഞാനത് വിട്ട്. അത് മെനക്കെടാ, ഇതിന്റെ പുറകെ നടക്കണം എന്നൊക്കെയാണ് ഐ ലെഫ്റ്റ് ഇറ്റ്. ബട്ട് ദെൻ അൽഹംദുലില്ലാ ഔട്ട് ഓഫ് നോ വെയർ ആമർ സെന്ററിൽ നിന്ന് എനിക്ക് കോൾ വരികയാണ്. നിഹാൽ എന്ന് പറഞ്ഞൊരു ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട്, ഇത്ത നിങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങളെ ഇതൊക്കെ കണ്ടു. ഞാൻ പറഞ്ഞു ഓ അതിന് അവരെന്നെ അത് ചെയ്തു തന്നു, ഞാനൊന്നും മെനക്കെട്ടിട്ടില്ല. അവരെന്നെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്രൂവ് ആയിട്ടുണ്ട്, നാളെ വന്ന് കളക്ട് ചെയ്യുന്ന ഒരു സെറിമണി ഉണ്ട്. ഞാൻ പറഞ്ഞു ഓ ദാറ്റ്സ് നൈസ്. അതൊരു ഭയങ്കര അത്ഭുതമാണല്ലോ. ഇറ്റ് വാസ് ഈസി ആ ടൈമിന് കിട്ടിയപ്പോൾ. യാ കുറെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അതൊരു നല്ലൊരു ഫാക്ടറാണ്. പ്രത്യേകിച്ചും നമ്മളിപ്പം മലയാളി ആയ ഒരു ബ്ലോഗറാണ് സന. പ്രത്യേകിച്ച് ലാംഗ്വേജ് ട്വിസ്റ്റ് ചെയ്തു പെട്ടെന്ന്. ആ ലാംഗ്വേജ് ട്വിസ്റ്റ് ചെയ്തിപ്പം ഇംഗ്ലീഷിലേക്ക് സനയുടെ ഒരു കോണ്ടന്റ് മാറ്റിയപ്പോൾ കുറച്ചും കൂടി ഒരു അക്സെപ്റ്റൻസും ഗ്ലോബലി കിട്ടുന്നുണ്ട്. തുടക്കത്തില് എങ്ങനെയായിരുന്നു ഒരു മലയാളി പ്രതികരണം? അത് ഒബിയസ്ലി നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പൊ നമ്മൾ മലയാളികളായിട്ട് ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന പോലെയല്ല ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. ബിക്കോസ് എന്നെ അപ്രോച്ച് ചെയ്യുന്ന ബ്രാൻഡ്സ് ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ആയിരിക്കും. ചിലപ്പോൾ അവർക്ക് മലയാളം ഞാൻ സംസാരിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, അവർക്ക് ഒരു കൺവേർഷൻ ഒന്നും കിട്ടില്ല. അപ്പം ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ആൾക്കാർ ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജിൽ സംസാരിക്കുക. ആകെ അറിയുന്നത് മലയാളവും ഇംഗ്ലീഷാണ്, പിന്നെ ഹിന്ദി അത്യാവശ്യം തട്ടിമുട്ടും. അപ്പൊ ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളത് ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. ഒരു ജോബ് എന്നുള്ളതൊക്കെ അത് ഞാൻ ചെയ്തിരിക്കണം. പക്ഷേ ഈ തുടങ്ങിയ ടൈമിന് ആൾക്കാർ ഈ മലയാളിയിൽ ഇനി ഇവിടുന്ന് വരുന്നതല്ലേ, മലയാളത്തിൽ പറഞ്ഞാൽ പോരെ, ഇതെന്തിനാണ് ഇങ്ങനെ ഇത് ഇംഗ്ലീഷ് കഷ്ടപ്പെട്ട് അത് കിട്ടിയിട്ടുണ്ട്. അത് സ്റ്റിൽ അത് ഉണ്ട്, പക്ഷെ അത് വരെ മൈൻഡ് ചെയ്ത് നമ്മളെ കാര്യം മുന്നോട്ട് പോകും ഇല്ല. അത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ ഇതെന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ് പറയുന്നത്. ഇതെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇതുവരെ കുട്ടീന്റെ ജോലിയാണ്, ആ കുട്ടി അത് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കിയ നോബഡി ഈസ് ഗോണ ടെൽ ദാറ്റ്. പക്ഷെ അത് മനസ്സിലാക്കാണ്ട് പറയുന്ന ചെറിയ ചെക്കന്മാരൊക്കെയാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഞാൻ മൈൻഡില്ല, തംസപ്പ് കിട്ടുള്ളൂ. ഒരു സാധാരണ ബ്ലോഗറുടെ പേജ് കാണുന്ന പോലെ അല്ല സനയുടെ. അയ്യോ സന ഒരിക്കലും കോണ്ടന്റിൽ ഒരു കോംപ്രമൈസ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഇടണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും സനയുടെ ഒരു പേജിൽ കാണാൻ പറ്റിയിട്ടില്ല. കോണ്ടന്റിന്റെ ക്വാളിറ്റിയിൽ സന കോംപ്രമൈസ് ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നതിലൊന്നും അങ്ങനെ തെറ്റ് ഞാൻ കാണുന്നില്ല. ഐ ക്യാൻ ഓൾസോ ഡു. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ചെയ്യുന്ന കോണ്ടന്റിൽ ഒരു വാല്യൂ ഉണ്ട്, ആൾക്കാർക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റണം, ഇപ്പൊ റെസനേറ്റ് ചെയ്യാൻ പറ്റണം. ഇവള് ഇത് ചെയ്തിനാ ഒരു ഇങ്ങനെ പോകുന്നത് ഉള്ള ഡേ നമുക്ക് കണ്ടിട്ട് എന്ത് കിട്ടാനാ, അങ്ങനെ ഒരു ഫീല് വരരുത്. ബട്ട് ഇഫ് ഐ എം ഡൂയിങ് എ ഡേ ഇൻ മൈ ലൈഫ് ആൻഡ് ഐ എം ടെല്ലിംഗ് ദം ഹേ ഐ ഡിഡ് ദിസ്, ഇന്ന് ഞാൻ ഇത് വായിച്ചു, അതിൽ ഞാൻ ഇങ്ങനത്തെ ഒരു എലമെന്റ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഐ എം ടെല്ലിംഗ് ദം, ഞാനൊരു റിസോഴ്സ് അവർക്ക് ഷെയർ ചെയ്യല്ലേ, ഓക്കെ ഈ ബുക്കിങ്ങൾ വായിച്ചു, ഓക്കെ പീപ്പിൾ ഓക്കെ ദെൻ ഐ ടുക്ക് മൈ ക്യാബ് പോവാണ്, ഇങ്ങനെയൊക്കെ പറയുന്നതിന് കുഴപ്പമില്ല. ബട്ട് ഞാൻ രാവിലെ എണീച്ചു പല്ലിച്ചു കുളിച്ചു, ഐ ഡോണ്ട് ഫൈൻഡ് എനിക്ക് ഒരു പോയിന്റ് കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല. ഒരു എന്റെ ഡേ കണ്ടിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ്? ഞാനൊരു സാധാരണ ഒരു മനുഷ്യനാണ്. ഞാൻ പറഞ്ഞല്ലോ രണ്ട് രീതിയിലുള്ള ഡേ ആണ്. ദിവസങ്ങളിൽ ചില അലസതയുള്ള ഡേ ഉണ്ട്. ചിലപ്പോ ഞാൻ വിചാരിക്കും പ്രഷർ കിട്ടിയിട്ടുണ്ട്, ഒരു ട്രെൻഡ് ആയ ടൈം ഉണ്ടായിരുന്നു ഈ ഡേ ഇൻ മൈ ലൈഫ്. അപ്പൊ ഞാൻ വിചാരിക്കും ഇത് ശരിക്കുള്ളത് കാണിക്കണേ, ഞാനിപ്പോ രാവിലെ എണീക്കുന്ന കോലൊക്കെ എന്തായിരിക്കും അല്ലെ, അങ്ങനെ കാണിക്കണേ, എത്ര മെനക്കെടാണ്, റെഡിയായി നിൽക്കണം, ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കപ്പിൽ ചായ കുടിക്കുന്നു. ഇറ്റ്സ് നോട്ട് ദ റിയൽ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ഡേ ഇൻ മൈ ലൈഫ് വെച്ച് ആൾക്കാരെ അൺഫോളോ ചെയ്ത് പോകും. ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ഐ ഹാവ് ഓൾവേസ് ഫെൽറ്റ് ദാറ്റ്. അങ്ങനെ കാണിക്കാൻ പറ്റുമോ? എന്റെ ബെഡൊന്നും എപ്പോഴും നീറ്റ് ഒന്നും അല്ല, രാവിലെ എണീച്ചോടെ ഞാൻ മടക്കി വെക്കാൻ ഒന്നുമില്ല. ഇറ്റ്സ് ഓൾവേസ് മെസ്സി.
ഒരു ഫ്ലോയിൽ പോകുന്നുണ്ട്. Yeah. ഒരു വെറി ടൈമിനെ പറ്റി എൻ്റെ അടുത്ത് ആ, പറഞ്ഞിരുന്നല്ലോ. ആ. സത്യത്തില് ഒരു ബിസിനസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഭയങ്കര ടെൻഷൻ ആയിരിക്കും എപ്പോഴും. എല്ലാ സമയം അവരെപ്പോഴും ഓടി നടക്കുന്നതാണ്. ഒരുപാട് ടെൻഷൻസ് മാനേജ് ചെയ്യുന്നത്. പക്ഷെ അതൊരു ക്വാളിറ്റിയാണ്. സനയുടെ വെറി ടൈം എങ്ങനെയാ മാനേജ് ചെയ്യുക? അത് ഞാൻ ഭയങ്കര സ്ട്രെസ് എടുക്കുന്ന ആളാ. ഇപ്പൊ എന്നോട് ആരെങ്കിലും എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ അതിൽ തന്നെ ഡ്വെൽ ചെയ്ത് നിന്നിട്ട് ഭയങ്കരമായിട്ട് എന്റെ അന്നത്തെ ഡേനെ അത് ബാധിക്കും. പക്ഷെ ഇപ്പൊ റീസെന്റ് ഞാൻ എന്താ സംഭവിച്ചത്, ഞാൻ എന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ടൈം അതിന് കൊടുക്കാം. അപ്പൊ ഇപ്പം ഞാൻ അതിനെ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കൊളാവും, ലഞ്ച് കൊളാവും, അന്നത്തെ മെയിൽസ് ഒന്നും റിപ്ലൈ കൊടുക്കൂല, മീറ്റിംഗ് എല്ലാം ക്യാൻസൽ ചെയ്യും, ഞാൻ അതിലാവും. അങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ തന്നെ ആയിരുന്നു ഞാൻ. പക്ഷെ ഇപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഓക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഐ സിറ്റ് ഫോർ ഇറ്റ്, എന്തായി ചെയ്യാൻ പറ്റുക അതിനിരിക്കും, എന്നിട്ട് ഞാൻ അത് സോർട്ട് ചെയ്യും. അപ്പൊ എന്താ അതിനായിട്ടുള്ള ഒരു സമയം മാത്രം കിട്ടിയില്ല, ബാക്കിയുള്ളതിനൊന്നും എഫക്ട് ചെയ്യുന്നില്ലല്ലോ. സോ ഐ കീപ് വെരി ടൈം ഞാൻ വെക്കുന്നുണ്ട്. അതിനായിട്ട് തന്നെ ഞാൻ വെക്കും. ചിലപ്പോൾ അതെന്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് കൊണ്ടായിരിക്കും. മൂപ്പർ വരുന്നവരെ കാത്തു നിൽക്കാം, എന്നിട്ട് ഞാൻ ഇരുന്ന് പറയാം ഓക്കെ ഇപ്പൊ അടുത്തായിട്ട് തുറന്നു തരുമാ ഇന്നെന്താ പ്രശ്നം അങ്ങനെയാവുമ്പോ പറയാം ഇരിക്കാൻ എനിക്ക് കാര്യം പറയാണ്ട്, ഓക്കെ സിറ്റ്, ഞാൻ ഒന്ന് ഡ്രസ് ചെയ്തിട്ട് ഇപ്പൊ വരാതെ അങ്ങനെ ഇരുന്നിട്ട് ഐ സിറ്റ് വിത്ത് ഹിം ആൻഡ് ഐ ടോക്ക് ടു ഹിം. അപ്പൊ എനിക്ക് കുറച്ച് സമാധാനം കിട്ടും. അല്ലാണ്ട് ഇഫ് യു തിങ്ക് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഞാൻ ചെയ്യാണ് മൂപ്പർ വരുന്നവരെ ഞാൻ ഒരു സൈഡിൽ ഇരുന്ന് എന്ത് ചെയ്യണ്ട്, നോ, ഞാൻ എന്റെ വർക്കിലേക്ക് ഇൻവോൾവ് ആയിട്ട് വെയിറ്റ് ഫോർ ഇറ്റ്. ആ ഒരു ടൈമിൽ ഞാൻ വെയിറ്റ് ചെയ്യും. ശരിക്കും നമ്മളുടെ ഒരു പേഴ്സ്പെക്റ്റീവ് ഒക്കെ മാറി വരുന്നുണ്ട് ഇപ്പോ ഈ ഒരു ജനറേഷനിൽ. അല്ലെങ്കിൽ ഒരു 4 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 5 ഇയേഴ്സ് കൊണ്ടുള്ള സ്റ്റേജ് ആണ് നമുക്ക് ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം ഒക്കെ ആണെങ്കിലും റീൽസിലൊക്കെ ആണെങ്കിലും ഒരുപാട് ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട വാല്യൂസ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, കുറച്ച് സമയം നിങ്ങളുടെ ഒരു മീ ടൈമിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് അതെ. സത്യത്തിൽ ഈ ഒരു സമയത്താണ് നമ്മൾ പോലും റിയലൈസ് ചെയ്യുന്നത്. സനയുടെ ഒരു അതെങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? ഞാൻ എന്റെ ഉമ്മാനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഉമ്മാക്ക് വേണ്ടിയിട്ട് ടൈം ഇതുവരെ സ്പെൻഡ് ചെയ്താൽ ഞാൻ കണ്ടിട്ടില്ല. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ എന്റെ ബ്രദർ, അല്ലെങ്കിൽ എന്റെ പപ്പ. ഞാൻ പറയും ഉമ്മാക്ക് വേണ്ടിയിട്ട് എന്താ ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനെ ആവാൻ പാടില്ല. ഇപ്പൊ ഞാൻ മൂപ്പത്തിനെ അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്യുക. എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്റെ ഹാപ്പിനെസ്സിന്. ഇപ്പൊ ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ കാര്യമായിട്ട് ചെയ്യുന്നത്. ആ ഹാപ്പിനെസ് കിട്ടുക എങ്ങനെയാ, ഇപ്പൊ ഒരു മോട്ടിവേഷൻ ആയിട്ടും അങ്ങനെ ഒന്നും പറയുന്നില്ല. എങ്കിൽ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി, എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അതിപ്പോ ചിലപ്പോൾ ഒന്ന് വെറുതെ പുറത്തിറങ്ങി നടക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ പാരന്റ്സിനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് എഴുതുന്നതായിരിക്കും, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്നതായിരിക്കും. അതൊക്കെ ആയിരിക്കും. അതിന് നമ്മൾ സമയം കണ്ടെത്തേ പറ്റുള്ളൂ. എപ്പോഴും ഇങ്ങനെ ഓട്ടം, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, മീനിങ്ലെസ് ആയിട്ടുള്ള കുറെ കാര്യത്തിന് വേണ്ടിയിട്ട് കുറെ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു, അർത്ഥമില്ലല്ലോ. ദർ ഹാസ് ഓൾവേസ്. അപ്പൊ ഞാൻ വീക്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെജോറിറ്റി ഓഫ് ദ ടൈം ഞാൻ മീ ടൈമിന് സ്പെൻഡ് ചെയ്യും. അതെങ്ങനെയാണ്, ചിലപ്പോൾ അത് പ്രേയേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പഴയ ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കാനായിരിക്കും, അല്ലെങ്കിൽ എന്റെ പഴയ പിക്ചേഴ്സ് എഡിറ്റ് ചെയ്യാനായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. സോ ഐ ഓൾവേസ് ഫൈൻഡ് അതിന് ഞാൻ ഇമ്പോർട്ടൻസ് എപ്പോഴും കൊടുക്കലുണ്ട് ഈ ടൈമിൽ. ഇതാണ് ഞങ്ങളുടെ ഈ ദിസ് ഇസ് മൈ സ്റ്റോറി സീസൺ 2 നമ്മളൊരു സെഗ്മെന്റ് വെക്കുന്നുണ്ട്. അതായത് നമ്മുടെ മുന്നിലിരിക്കുന്ന ആള്, അതായത് എന്തായാലും അയാൾക്ക് ഒരു കഥയുണ്ടാവും, അയാളുടെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ജേർണി ഉണ്ടാവും. ആ ഒരു ലൈഫിൽ ഇപ്പൊ സന ഇത്രയും നാള് സനയുടെ ആ ഒരു എക്സ്പീരിയൻസിലൂടെ സന മനസ്സിലാക്കിയ, അല്ലെങ്കിൽ ഏറ്റവും വാല്യൂ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അത് ഞങ്ങൾക്ക് ഈ ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്ത് തരണം. ഓക്കെ. ജീവിതമാകുന്ന ചില്ലയിൽ കൂട് കൂട്ടുന്നവരാണ് നാം. നമുക്ക് മുന്നേ കടന്നു പോയവർ നട്ടു വളർത്തിയ ജീവിത മരങ്ങളിലാണ് നാം കൂട് കൂട്ടുന്നത്. ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്കായി കൂടൊഴിയേണ്ടവരുമാണ് നാം. ഈ ഒരൊറ്റ ബോധമാണ് നമ്മളെ നയിക്കേണ്ടത്. ലൈഫ് ഇസ് ടു ഷോർട്ട്. ലൈഫ് ഇസ് ടു ഷോർട്ട്. ഇതിപ്പം ഇപ്പൊ അടുത്തായിട്ട് ഞാൻ ഈ ഒരൊറ്റ കാര്യം മാത്രമാണ് എന്റെ മനസ്സിൽ വരുന്നത്. നമ്മൾ ഈ ജീവിതം പരന്നു കിടക്കുന്നൊക്കെ പറഞ്ഞ് വെറുതെ. എന്റെ പപ്പ പോയതിനു ശേഷം ഐ ഹാവ് ഓൾവേസ് ഫെൽറ്റ് ദാറ്റ്. കാരണം ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറിയില്ല. സോ അങ്ങനെ നാളെ ഉണ്ടെന്നുള്ളത് ഇല്ല. ജസ്റ്റ് ദിസ് മൊമെന്റ്. ഇന്നലെയും ഇല്ല, നാളെയും ഇല്ല. ഇന്നലത്തെ നമ്മൾ ചിന്തിക്കുകയേ ചെയ്യേണ്ട, നാളെ ഇതിനെ പറ്റിയിട്ട് വെറി ആവണ്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് ടുഡേ. ഒരു ദിവസം എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കുക, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ബീമ പ്രസൻസ് ദിസ് ഇസ് മൈ സ്റ്റോറി സീസൺ 2 പവേർഡ് ബൈ മമം. എന്തായാലും സന ഇന്നത്തെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഷെയർ ചെയ്തു. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു. ഒന്നൊരു ഇതൊന്നുമില്ല, നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിച്ചു. യു ആർ വണ്ടർഫുൾ. താങ്ക് യു. ഇറ്റ്സ് റിയലി നൈസ്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ.